എല്ലാവർക്കും നമസ്കാരം. ഞാൻ പരിചയപ്പെടുത്താണ്. എൻ്റെ പേര് നികേഷ്. ചാവക്കാടാണ് വീട്. ഞാൻ ചാവക്കാട് തന്നെയുള്ള ഒരു പ്രൈവറ്റ് ഫാമിലി അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യാണ്. ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ കോയിൻസും കറൻസികളും ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കോയിൻ സൊസൈറ്റിയിൽ വന്നതിന് ശേഷമാണ് അതിനൊരു അടക്കും ചിട്ടയൊക്കെ വന്നത്. ഞാൻ 4 തീമായിട്ടാണ് ഇപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അതിലൊരു തീമാണ് ക്വീൻ എലിസബത്തിന്റെ ഇമേജ് വരുന്ന കറൻസികളും കോയിൻസും. എനിക്ക് ഇപ്പൊ കഴിഞ്ഞ മുദ്ര 2025 ഒരു അവസരം കിട്ടി. കോയിൻ സൊസൈറ്റിനോടുള്ള നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. അപ്പൊ ആദ്യം നമ്മളെ ഈ സബ്ജക്റ്റ്, ഇപ്പൊ ഇന്നത്തെ സബ്ജക്റ്റ് ക്യൂവിന്റെ ഇമേജസ് വരുന്ന വിവിധ രാജ്യങ്ങൾ ഇറക്കിയ കറൻസീസും കോയിൻസും. ഇതില് ആദ്യം പറയുന്നത് ക്വീൻ എലിസബത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ബ്രിട്ടീഷ് റൂളേഴ്സിൽ 2 ക്വീൻ എലിസബത്തുമാരുണ്ടായിട്ടുണ്ട്. ഒന്ന് ക്വീൻ എലിസബത്ത് ഫസ്റ്റ് ആണ്, അത് 16-ാം നൂറ്റാണ്ടിലാണ് ഉള്ളത്. നമ്മളിപ്പോ സബ്ജക്റ്റ് ക്വീൻ എലിസബത്ത് സെക്കൻഡ്. ക്വീൻ എലിസബത്ത് സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ 20-ാം നൂറ്റാണ്ടിൽ, അതായത് 1926 ജനനം, 1952 ക്യൂനായിട്ട് അവരോധിക്കുന്നത്. 2022 സെപ്റ്റംബർ 8 മരണം ഉണ്ടായത്. പിന്നെ നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിലൊക്കെ ഭരിച്ചിരുന്ന ജോർജ് 6th മകളാണ്. ഒരു അനന്തരാവകാശിയായിട്ടാണ്, അതിന് താവഴിയായിട്ടാണ് അവിടെ രാജകുടുംബത്തിൽ അങ്ങനെ രാജ്ഞിയായിട്ട് വരുന്നത്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഇവരുടെ ഹസ്ബൻഡ്, ഞാനൊന്ന് പൊതുവിൽ വിവരിക്കണ്ട. ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഡ്യൂക്ക് ഓഫ് എഡിൻബർഗ്, ഫിലിപ്പ് രാജകുമാരനാണ്. മക്കള് ചാൾസ്, ആനി, ഒരാളും കൂടി ഉണ്ട്, ആൻഡ്രൂ, രാജകുമാരന്മാർ. ഇപ്പോ ക്യൂൻ മരിച്ചതിന് ശേഷം ഇംഗ്ലണ്ടിൽ ഇപ്പോഴത്തെ രാജാവ് ചാൾസ് 3. അപ്പോൾ അങ്ങനെ ആ വഴിയായിട്ട് അങ്ങനെ പോവുകയാണ്. ഞാൻ കൂടുതൽ പറയുന്നത് വെച്ചാല് ഏറ്റവും കൂടുതൽ നാഷൻസില് പോർട്രേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ക്യൂവിന്റെ ഇമേജസ് ആണ്. അതൊരു വേൾഡ് റെക്കോർഡാണ്. വേറൊരു വ്യക്തിക്കും ഇതുവരെ അതിനുള്ള ഒരു ഉണ്ടായിട്ടില്ല. അതായത് ഏറ്റവും കൂടുതൽ കറൻസികൾ എന്ന് പറഞ്ഞാൽ കമമറേറ്റീവ് അല്ല ഉദ്ദേശിക്കുന്നത്. കമമറേറ്റീവ് പല ആളുകളുടെയും വന്നിട്ടുണ്ട്. എന്നാലും വ്യത്യസ്ത നാഷൻസ് അവരുടെ ഡിപ്പെൻഡൻസീസ്, ടെറിട്ടറീസ്, അതുപോലെ ഡെഡ് കൺട്രീസ് ആയിട്ട് പേര് മാറിപ്പോയ കൺട്രീസ്, ഇതിലൊക്കെ വന്നിട്ടുള്ളത് ക്യൂവിന്റെ ഒരു ഇതാണ്. അതൊരു വേൾഡ് റെക്കോർഡാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ കമമറേറ്റീവ് കോയിൻസ് ഇതിലധികം വന്നിട്ടുണ്ട്. കാരണം ടെറിട്ടറീസ് ഒരുപാട്, ബ്രിട്ടീഷ് ടെറിട്ടറീസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഈ ക്യൂവിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു ഒക്കേഷൻ, ചിലപ്പോൾ ഒരു ബർത്ത്ഡേ ആവാം, ചിലപ്പോൾ ഇവര് ഫസ്റ്റ് സന്ദർശനം ആവാം ആ രാജ്യത്തേക്കുള്ളത്. പിന്നെ ഈ കിരീടധാരണത്തിന്റെ ഇയേഴ്സ്, അതായത് 25th അങ്ങനെയൊക്കെ വരുമല്ലോ, സിൽവർ ജൂബിലി, ഡയമണ്ട് ജൂബിലി, അങ്ങനെ എന്തെങ്കിലും ഒക്കേഷനിലൊക്കെ ഉള്ള ഇമേജസ് ആണ് കൂടുതലും കോയിൻസിൽ വന്നിട്ടുള്ളത്. അത് ക്രൗൺ സൈസ് കോയിൻസിൽ വന്നിട്ടുണ്ട്. ഡിഫറെന്റ് ഷേപ്സിലുണ്ട്, ഡിഫറെന്റ് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചതുണ്ട്. പിന്നെ അതിൽ ഡൈമെറ്റൽ, ഇപ്പോ ലേറ്റസ്റ്റ് കളർ കോയിൻസ് എന്ന് പറയും. ഞാനിതിന് ഇമേജസ് കാണിക്കുമ്പോൾ മനസ്സിലാവും. ഏറ്റവും ആദ്യം നമ്മളെ ഈ കറൻസിയിൽ വന്നുള്ളത് സാധാരണ ഒരു വ്യക്തികൾ എന്തെങ്കിലും എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷമാണ് സാധാരണ നമ്മളെ കറൻസിയിൽ വളരെ അപൂർവമായിട്ട് വരും. കോയിൻസിൽ പിന്നെയും കമമറേറ്റീവ് ആയിട്ട് വരാറുണ്ട്. കറൻസിയിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വ്യക്തി എസ്റ്റാബ്ലിഷ് ആയി, ഒന്നുകിൽ അയാൾ എന്തെങ്കിലും ഒരു എയിം ലക്ഷ്യം നേടിയതിനു ശേഷമൊക്കെ ആയിരിക്കും. പക്ഷെ ക്യൂവിന്റെ ഇതില് വളരെ ഭാഗ്യമാണ്. കേവലം 8 വയസ്സ് കഴിഞ്ഞിട്ട് 9 വയസ്സിന് മുന്നേ തന്നെ ഒരു ഇമേജ് ആദ്യമായിട്ട് വരികയാണ്, പ്രിൻസസ് ആയിരിക്കുമ്പോൾ തന്നെ. അത് നമ്മുടെ ന്യൂസിലാൻഡ് ഇറക്കിയിട്ടുള്ള $20 അത് ആദ്യം വരുന്നത്. അതിനുശേഷം 1952 ഈ കിരീടധാരണം നടക്കുന്നത്. ഈ കിരീടധാരണം നടന്ന് ഇപ്പൊ ഈ മരിക്കുന്നവരെ രാജ്ഞിയായിട്ട് വാങ്ങിട്ടുള്ള ഒരാളാണ്. 70 വർഷവും 214 ദിവസവും തുടർച്ചയായിട്ട് ഭരിക്കുകയാണ്. അത് ഒരൊറ്റ കൺട്രി അല്ല, ആ കൺട്രിയെ ഡിപ്പെൻഡൻസി ഉണ്ട്. ഇപ്പൊ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുമ്പോൾ കുറെ സ്റ്റേറ്റ്സുകൾ അതിൽ വരുന്നത്, ബ്രിട്ടൻ ഉൾപ്പെടെ സ്കോട്ട്ലാൻഡ്, ഗ്വാൻസ്, ജിബ്രാൾട്ടർ, ജേഴ്സി തുടങ്ങിയ
ഇതൊക്കെ ഉൾപ്പെട്ടിട്ട് വരുന്നതിലുണ്ട്. പിന്നെ ടെറിട്ടറീസ് ഒരുപാടുണ്ട്. അപ്പൊ ഇതിലൊക്കെ കമമറേറ്റീവ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. ഇത് ബ്രിട്ടീഷ് രാജ്ഞിയെ ഒരു കൊട്ടാരത്തിലുള്ള ഒരു ഇമേജ് ഞാനൊന്ന് മനസ്സിലായി, എല്ലാവർക്കും അറിയാൻ തന്നെയാണ് രാജ്ഞിയെ വെച്ചിട്ട്. അപ്പൊ ഈ ഇമേജ് നമ്മള് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. ഞാനിപ്പോ എക്സിബിറ്റ് ചെയ്തില്ല. എങ്ങനെ വെച്ചാല് പല രീതിയിലും ക്യൂവിന്റെ നമുക്ക് എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ വെച്ചാല് ഇയർ വൈസിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ക്യൂ എന്ന് പറയുമ്പോൾ അറിയാലോ, പല വേഷഭൂഷാദികളിൽ ഉണ്ടാവും. പല ഒക്കേഷനില് കിരീടങ്ങള് മാറുന്നുണ്ട്. അതുപോലെ ആയിക്കോട്ടെ, അങ്ങനെ പല രീതിയിലുണ്ട്. ഞാനിപ്പോ അവിടെ എക്സിബിറ്റ് ചെയ്തതും ചെറിയൊരു പോർഷനാണ് നമുക്ക് അന്ന് കിട്ടിയത്. അപ്പൊ മുഴുവൻ എക്സിബിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഉള്ള സ്പേസിൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാല് ഏജ് കൂടി വരുന്നതിനനുസരിച്ചിട്ട് പല രാജ്യങ്ങൾ ഇറക്കിയുള്ളത്. പല രാജ്യം എന്ന് പറഞ്ഞാൽ ഈ ഡിപ്പെൻഡൻസീസും കൂടുതലുമാണ്. അപ്പോ അതില് എങ്ങനെയാന്ന് വെച്ചാല് ഏജിനനുസരിച്ചിട്ട് വരുന്ന മാറ്റങ്ങൾ. അപ്പൊ കൊട്ടാരത്തിൽ പല ഒക്കേഷനിലും എടുത്തുള്ള പിക്ചേഴ്സ് തന്നെയാണ് ഈ കറൻസിയിലേക്കൊക്കെ ഇമേജസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇതില് നമുക്ക് ആദ്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കോയിൻസിനെ കുറിച്ച് പറയാനായിട്ട് കൂടുതൽ. കാരണം കറൻസിയിലാണ് ആദ്യമായിട്ട് വരുന്നത്. സാധാരണ കോയിൻസിലാണ് കമമറേറ്റീവ് ഒക്കെ ഫസ്റ്റ് വരുന്നത്. ഇത് രാജ്ഞി ആവണായിട്ട് മുന്നേ രാജകുമാരി ആയിരിക്കും തന്നെ, കേവലം 9 വയസ്സ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ തന്നെ കറൻസിയിൽ വരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായ വ്യക്തിയാണ്. അപ്പൊ ആദ്യത്തെ കറൻസിയെ കുറിച്ച് ഞാൻ കാണിക്കാം. ഇത് ഞാൻ അതിനെ കുറിച്ചുള്ള വിവരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതില് വന്നിട്ടുള്ളത്. ഇതില് ഏകദേശം 32ഓളം ഈ രാജ്യങ്ങൾ അതിന്റെ ഡിപ്പെൻഡൻസീസും ഒക്കെ കൂടിയുള്ളപ്പോ അത്രയും രാജ്യങ്ങൾ ഒരേ സമയത്ത് ഭരിച്ചിട്ടുള്ള വ്യക്തിയാണ്. മരണസമയത്ത്, കാരണം കുറെ രാജ്യങ്ങള് ഇതിനപ്പുറത്തിന് സ്വതന്ത്രമായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. മരണസമയത്ത് 15ഓളം രാജ്യങ്ങളുടെ അധികാരം ഈ രാജ്ഞിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ വർഷം ഒരു വ്യക്തി ഒരു രാജ്യം ഭരിച്ചിട്ടുള്ളത്, അതൊരു വനിത എന്നുള്ളത് അതൊരു വേൾഡ് റെക്കോർഡാണ്. ഏറ്റവും കൂടുതൽ കറൻസിയിൽ ഇമേജ് വന്നിട്ടുള്ളതും ഈ വ്യക്തിയുടെയാണ്. ഇപ്പൊ ഗാന്ധിജിയുടെ ഒക്കെ കോയിൻസിൽ വന്നിട്ടുണ്ട്, പല രാജ്യങ്ങളും ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അത് സർക്കുലേറ്റഡ് അല്ല, നമുക്കൊരു കമമറേറ്റീവ് കോയിൻസ് ആണ് അതൊക്കെ. ഇത് ആ രാജ്യത്തെ ജനങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് തരുന്ന കറൻസികളാണ്. സെക്കൻഡ് ലോങ്സ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വേൾഡില് തായ്ലാന്റിലത്തെ രാജാവാണ്. ഒരു വനിതയെ കുറിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. ഒരു രാജാവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ലേഡി എന്ന നിലയ്ക്കും ബ്രിട്ടീഷ് റൂളേഴ്സിൽ ഈ കണ്ട ചരിത്രത്തിന്റെ ഉള്ളില് ഒറ്റ ബ്രിട്ടീഷ് റൂളറും ഇത്രയും അധികം ലോങ് പീരീഡ് 70 ഇയേഴ്സും 214 ഡേയ്സ് ആയിട്ടില്ല. അത് ഏറ്റവും കൂടുതൽ. പക്ഷെ അവിടെ ഒരു പ്രത്യേകത ഉണ്ട്, അതൊരൊറ്റ രാജ്യമേ ഭരിച്ചിട്ടുള്ളൂ. ഇത് അങ്ങനെയല്ല, വേൾഡിലത്തെ അത് അങ്ങനെയാണല്ലോ, അവര് കൈയടക്കി വെച്ചിരിക്കുക. ഇപ്പൊ നമ്മള് ബ്രിട്ടീഷ് ഇന്ത്യ കോയിൻസ് ഇവിടെ കളക്ട് ചെയ്യണവർക്കൊക്കെ അറിയാലോ. ഓരോ താവഴി ഇങ്ങനെ ചാൾസ്, മറ്റേ വിക്ടോറിയ, മറ്റേ എഡ്വേർഡ് 7, ജോർജ് 5th, ജോർജ് 6th വരും. അങ്ങനെ ജോർജ് 6th ഇവിടെയൊക്കെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ അങ്ങനെയായിരുന്നു. 1952 ജോർജ് 6th മരിച്ചപ്പോഴാണ് കിരീടാവകാശിയായിട്ട് ക്യൂവിൽ വരുന്നത്. കേവലം 26 വയസ്സ്, 25 വയസ്സ് കഴിഞ്ഞിട്ടുള്ള 26ാമത്തെ വയസ്സിലേക്ക് കടക്കുമ്പോഴാണ് വന്നിട്ടുള്ളത്. സിഗ്നേച്ചർ പിന്നെ ഞാൻ ഇമ്പോർട്ടൻസ് ഇല്ല, ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടാണ് എലിസബത്ത് ക്യൂവിന്റെ സിഗ്നേച്ചർ ഇട്ടു മാത്രം, അത്രേ ഉള്ളൂ. ഈ നോട്ടാണ് വേൾഡിലെ ആദ്യത്തെ, അതായത് ഒരു വ്യക്തിയുടെ ഏറ്റവും ചെറുപ്പകാലത്തും കിരീടധാരണത്തിന് മുന്നേ ഫസ്റ്റ് വന്നിട്ടുള്ള ക്യൂവിന്റെ നോട്ടാണ്. വെരി റയർ ആണ്. അതുപോലെ കളക്ടേഴ്സിന് വളരെ പ്രിയപ്പെട്ട ഒരു നോട്ടുമാണ്. കാനഡ. സത്യത്തിൽ ഞാൻ അത് കുറച്ചു കാലമായി ഇത് അന്വേഷിച്ച് നടന്നു, ഇതുവരെ കിട്ടിയിട്ടില്ല. കണ്ടിട്ടുണ്ട്, കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. വലിയ വിലയുമാണ്. പിന്നെ അതുമല്ല, ഇതിലാ
കേവലം 8 വയസ്സ് കഴിയുന്നു, 9 വയസ്സ് തികഞ്ഞിട്ടില്ല. ആ ടൈമില് ഒന്നുമല്ല, ഒരു രാജകുമാരി എന്നുള്ളതില് രാജാവിന്റെ ഒരു ഇഷ്ടം മകളെ ഒരു ഇമേജ് വെച്ചിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ. സാധാരണയൊക്കെ റൂളേഴ്സ് ആകുമ്പോഴാണ് കറൻസിയിലൊക്കെ ഇതൊക്കെ വരിക. 1935 ഇറക്കിയുള്ള നോട്ടാണ്. അതായത് 52-ലാണ് രാജ്ഞിയായി അവരോധിക്കപ്പെടുന്നത്. അതിനൊക്കെ എത്രയോ വർഷം മുന്നേ തന്നെ വന്നിട്ടുള്ള ഫസ്റ്റ് നോട്ടാണ് ക്യൂവിന്റെ ഇമേജ് വരുന്നത്. പിന്നെ ഇതൊക്കെ ടെറിട്ടറീസിലൊക്കെ പെട്ടുള്ളതാണ് ബെർമുഡ. അപ്പൊ ഈ ബെർമുഡയുടെ 5 ഷില്ലിങ്സിന്റെയാണ് ഇപ്പൊ ഞാൻ കാണിച്ചുള്ളത്. അത് 5 ഷില്ലിംഗ് ഉണ്ട്, 10 ഷില്ലിംഗ് ഉണ്ട്, 1 പൗണ്ട് ഉണ്ട്. ഞാൻ എല്ലാതും കാണിക്കുന്നില്ല. ഞാൻ ആ മെയിൻ ആയിട്ട് ഇപ്പൊ ഈ ക്യൂവിന്റെ ഏജ് ഇങ്ങനെ കൂടി 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 പോയിട്ട് അവസാന കാലം വരെയുള്ള ഏജിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ളത്. സെയിം ഇമേജസ് വെച്ചിട്ടുള്ള പല കൺട്രീസ് ഇറക്കിയിട്ടുണ്ട്. അത് റിപ്പീറ്റ് ചെയ്യാനുള്ള വെച്ചിട്ട് അത് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ സോർട്ട് ചെയ്തിട്ടുള്ളത് ഏജിനനുസരിച്ചിട്ടാണ്. ഇപ്പൊ ചെറുപ്പമുള്ള പ്രായം ഇത് 26 വയസ്സിന് മുന്നേ ഇതുപോലെ കൊട്ടാരത്തിൽ പല ഫംഗ്ഷനിൽ എടുത്ത ഇമേജ് ആണ് ഈ കറൻസിയിലേക്ക് ആക്കുന്നത്. അപ്പൊ ഇതില് ഇപ്പൊ എന്താ വെച്ചാല് ശരിക്കും 26 വയസ്സില്ലതില്. പക്ഷെ അവര് കിരീടധാരണത്തിൽ ഫസ്റ്റിൽ കൊടുത്ത നോട്ടുകളിൽ ഒന്നാണ് ബെർമുഡ. അതുപോലെ ഫാൽക്ലാൻഡ് ഐലൻഡ്സ് ഒരു ടെറിട്ടറിയാണ്. ഈ ഫാൽക്ലാൻഡ് ഐലൻഡ്സിലും ക്യൂവിന്റെ ഫേസ് ശ്രദ്ധിച്ചറിയാൻ പറ്റും, ചെറുപ്പമാണ്. ഇതേമാതിരി പല രാജ്യങ്ങളും ആ കാലഘട്ടത്തിൽ സെയിം ഇറക്കിയിട്ടുണ്ട്. ഈ ഡിപ്പെൻഡൻസീസ് ഒക്കെയാണല്ലോ കൂടുതൽ. അപ്പൊ നമ്മൾ അതിന്റെയൊക്കെ ഓരോ ഇമേജ് വെച്ചിട്ട് പറയുന്നത് മാത്രം. സെയിം തന്നെ വെച്ചാൽ ആയിരക്കണക്കിന് നോട്ടുകൾ ഉണ്ട്. പക്ഷെ അത് നമ്മള് റിപ്പീറ്റേഷൻ വേണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ആ ഏജിനനുസരിച്ചിട്ട് കാണിച്ചു തരാം. ഇത് നമ്മുടെ സിലോൺ, ഇപ്പോഴത്തെ ശ്രീലങ്ക. ബ്രിട്ടീഷുകാര് നമ്മൾ ഇന്ത്യ ഭരിച്ചിരുന്ന സിലോണിലും ഉണ്ടായിരുന്നു. അപ്പൊ ബ്രിട്ടീഷ് സിലോണില് ഈ ജോർജ് 6 ശേഷം 52 ശേഷം അതേ രീതിയിൽ അന്ന് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. നമുക്ക് പിന്നെ 47 സ്വാതന്ത്ര്യം കിട്ടി. ഈ 52 ഒക്കെ കാലഘട്ടത്തിൽ കുറെ കഴിഞ്ഞിട്ടാണ് ശ്രീലങ്ക സിലോൺ തന്നെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇപ്പോ ശ്രീലങ്ക എന്നുള്ള പേരിലാണ്. അപ്പൊ അന്ന് ബ്രിട്ടീഷ് സിലോണിന്റെ കറൻസിയാണത്. ഇത് പല ഡിനോമിനേഷൻ ഉണ്ട്. ഞാൻ ഒരു ഇത് കാണിക്കുന്നത് മാത്രം. പിന്നെ അതിൽ ആ ഏജ് ആണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതിൽ കിരീടങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, അവരുടെ ഡ്രസ് കോഡിൽ വരുന്ന മാറ്റങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. ഇത് 1954 ഒരു ഫുൾ സെറ്റ് ആയിട്ട് ഇറക്കിയിട്ടുള്ള കാനഡ ഇറക്കിയിട്ടുള്ള കറൻസികളാണ്. ഇതിലും ക്യൂവിന്റെ വളരെ ചെറുപ്പത്തിലുള്ള ഇമേജസ് നമുക്ക് കാണാം. $1 മുതല് $1000 വരെ ഇറക്കിയിട്ടുണ്ട്. ഇതൊരു സെറ്റാണ്. ഇതിലും ക്യൂവിന്റെ വളരെ ചെറുപ്പത്തിലുള്ള ഇമേജസ് ആണ് ഉള്ളത്. കളർ മാറ്റിയിട്ടുള്ള ഇതാണ് വന്നിട്ടുള്ളത്. ഇതേപോലെ ജമൈക്ക, ബ്രിട്ടീഷ് ജമൈക്ക. ഇപ്പൊ ജമൈക്ക എന്നുള്ള സ്വതന്ത്ര രാജ്യമാണ്. ആ കാലത്ത് ബ്രിട്ടീഷുകാരുടെ റൂളറിൽ ആയിരുന്നപ്പോൾ ബ്രിട്ടീഷ് ജമൈക്ക. ഇതിലും ഷില്ലിങ് മുതൽ പൗണ്ട് വരെയുള്ള വരുന്നത്. അതിലിപ്പോ ഞാന് റെഫറൻസിന് 1 പൗണ്ടിന്റെ ഒരു ചിത്രം. ഇതിലൊക്കെ സെയിം കിരീടങ്ങളും സെയിം രൂപമാണ്. അതിൽ ആ ഡ്രസ് കോഡ് ഒക്കെ പഴയ ഇതിലാണ്, ഇമേജിലാണ് ഇതുവരെ വന്നിട്ടുള്ളത്. ഇനി മാറ്റങ്ങൾ വരും കുറച്ച് പേര്. ഇത് ഓസ്ട്രേലിയ ഫസ്റ്റ് കോമൺവെൽത്ത് കൺട്രീസ് ആയിരുന്നു. കോമൺവെൽത്തിൽ പെട്ടുള്ള കൺട്രിയാണ് നമ്മുടെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയ കൺട്രീസ് ഉണ്ട് കോമൺവെൽത്ത്. അതില് കോമൺവെൽത്ത് ഓഫ് ഓസ്ട്രേലിയ അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് കോമൺവെൽത്ത് ഓഫ് ഓസ്ട്രേലിയ. അതില് വന്നിട്ടുള്ള 1 പൗണ്ടിന്റെ ഒരു ഇമേജ് ആണ്. അത് കോയിന്റെ, അതായത് എലിസബത്തിന്റെ ഒരു ഹെഡാണ് അതിൽ വന്നിട്ടുള്ളത്. അതാണ് അതിന്റെ പ്രത്യേകത. അത് സാധാരണ കോയിൻസുകളിൽ കാണുന്ന ഇമേജ് വെച്ചിട്ടുള്ള ഒരു നോട്ടാണ് അത്. മിക്കവാറും അത് ഫസ്റ്റ് നോട്ടാവാനാണ് സാധ്യത. മറ്റേതൊക്കെ നമ്മളെ ഫുൾ ബോഡി അല്ലെങ്കിൽ ഹാഫ് പാസ്പോർട്ട് സൈസ് എന്നൊക്കെ പറഞ്ഞ ഇതാണ് അതിൽ വരുന്നത്. ഇതിലാണ് 1 പൗണ്ട്. അത് വെറും ഓസ്ട്രേലിയ അല്ല, കോമൺവെൽത്ത് ഓഫ് ഓസ്ട്രേലിയ.
അതാണ് ഈ കാണുന്ന നോട്ട്. അതിലെ ഹെഡ് ശ്രദ്ധിച്ചാൽ നമ്മൾ പല കോയിൻസുകളും ഏഴ് പീരീഡിലുള്ള കോയിൻസിലുള്ള ഹെഡാണ് ഈ നോട്ടിൽ വന്നിട്ടുള്ളത്. ഇത് ബഹാമാസ് ഗവൺമെന്റ്. ബഹാമാസ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാല് ഞാൻ മുന്നേ പറഞ്ഞല്ലോ, കിരീടത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഫേസ് ഇങ്ങനെ കുറേശ്ശെ ഏജ് ഡിഫറൻസ് വരുന്നു, അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ അങ്ങനെയാണ് ഇപ്പൊ സോർട്ട് ചെയ്തത്. അപ്പൊ ഈ ബഹാമാസ് ഗവൺമെന്റ് മോണിറ്ററി ഏജൻസി എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇതേമാതിരി ഇതൊക്കെ ഇപ്പൊ കുറച്ചും കൂടി പിന്നിലേക്കുള്ളതാണ്, കാരണം ഏജ് കുറച്ച് മുന്നോട്ട് നീങ്ങല്. ഇത് ഏകദേശം ഒരു 58-60 കാലഘട്ടമാണ്. ഇതിനു മുന്നേ ബഹാമാസ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അതില് വേറെ ഇമേജാണ്, പക്ഷെ അതേ സെയിം ഇമേജ് അതിന് മുന്നത്തെ നോട്ടുകളിൽ വന്ന കാരണം ഞാൻ എല്ലാ രാജ്യങ്ങളിലും വെക്കുന്നില്ല. ഇതിപ്പോ ആ ഇമേജിൽ വരുന്ന മാറ്റങ്ങളും കിരീടം ഡ്രസ്സിൽ വരുന്ന ആ ഓർഡറിൽ സോർട്ട് ചെയ്തെന്നാണ് അങ്ങനെ പറയുന്നത്. ഇത് നമ്മുടെ റോഡേഷ്യ എന്ന് പറയും, അതായത് ഇപ്പോഴത്തെ സിംബാബ്വെ. ഇപ്പോ നമ്മുടെ സിംബാബ്വെ എന്നുള്ളതാണ്. ഇത് ശരിക്കും ഒരു ഡെഡ് കൺട്രിയാണ്. ഈ റോഡേഷ്യ സദേൺ റോഡേഷ്യ ഉണ്ട്, നോർത്തേൺ റോഡേഷ്യ ഉണ്ട്, പിന്നെ റൊഡേഷ്യ ആൻഡ് നാസ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 1 പൗണ്ടിന്റെ ഉണ്ട്. 10 ഷില്ലിങ്ങിന്റെ ബ്ലൂ കളറിലുള്ള കറൻസി ഉണ്ട്. ഇതിപ്പോ ഒരു മെറൂൺ കളറാണ്. ഇതേമാതിരി തന്നെ റെഡ് കളറിലും 1 പൗണ്ട് വേറെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ റൊഡേഷ്യ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും അതൊരു ഡെഡ് കൺട്രിയിലാണ് ഇപ്പൊ അത് കൂട്ടുന്നത്. ഇപ്പോഴത്തെ അതിന്റെ പേരാണ് സിംബാബ്വെ. ഇത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്നുള്ള രീതിയിൽ ഇറക്കിയുള്ളത്. ഇതിപ്പോ 5 പൗണ്ട്സ് ആണ്. അതിൽ ആ ക്യൂവിന്റെ കിരീടത്തിൽ മാറ്റം വന്നു, കഴുത്തിൽ അണിഞ്ഞ മാലയിൽ മാറ്റം വന്നു, ഏജ് സ്വല്പം കൂടി വ്യത്യാസം വന്നു. അപ്പൊ അത് ഒരു 65-68 കാലഘട്ടത്തിലേക്ക് കടക്കണം. പിന്നെ ഇത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, അതായത് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ മെയിൻ. അതിൽ തന്നെ സ്കോട്ട്ലാൻഡ് അങ്ങനെ കുറെ ഇത് വരുന്നുണ്ട്. അതൊക്കെ കൂടുതൽ കോയിൻസുകളാണ് അവരെന്തിലൊക്കെ വരുന്നത്. കറൻസിയിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞിട്ട് ഇറക്കിയ 7 കറൻസികളിൽ ഒന്നാണ്. ഇതിൽ തന്നെ പല ഡിനോമിനേഷനും ഉണ്ട് കേട്ടോ, സെയിം വെച്ചിട്ടില്ല മാത്രം. കാമൻ ഐലൻഡ്സ്, ഇതൊക്കെ ഈ പറഞ്ഞ മാതിരി ടെറിട്ടറീസിലും അതിലൊക്കെ പെട്ടുള്ളതാണ്. ഈ കാമൻ ഐലൻഡ്സ് ആകുമ്പോഴത്തേനും ക്യൂവിന്റെ ഏജ് കുറച്ചുകൂടി കൂടി ആ കിരീടം മാറ്റം വന്നു, കഴുത്തിലണിഞ്ഞ മാലയ്ക്കും ഡ്രസ് കോഡിനും മാറ്റം വന്നു. ഈ കാമൻ ഐലൻഡ്സ് ഇപ്പൊ $1 ആണ് വെച്ചുള്ളത്. അതേമാതിരി പല ഡിനോമിനേഷനിലും ഉണ്ട്. പിന്നെ സെയിം ഇമേജ് വെച്ചിട്ട് വേറെ രാജ്യങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ജിബ്രാൾട്ടർ, ഗാൻസെ, ആ രീതിയിലൊക്കെയുള്ള ഇത് ഇറക്കിയിട്ടുണ്ട്. ഇത് ഓസ്ട്രേലിയ. കോമൺവെൽത്തിൽ നിന്ന് ഓസ്ട്രേലിയ എന്നുള്ള ഇതിൽ വന്നപ്പോ കുറച്ചുകൂടി ഏജ് ആയിട്ട് അവിടെ ഔദ്യോഗിക വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു കിരീടമൊന്നും ഇല്ലാത്ത ആ ടൈമിൽ എടുത്തുള്ള ഒരു ഒക്കേഷനിൽ എടുത്തുള്ള ഫോട്ടോസ് തന്നെയാണ് നോട്ട്സിലേക്ക് വരുന്നത്. ഇതേ സെയിം നോട്ട് തന്നെ കോമൺവെൽത്ത് ഓഫ് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ടുണ്ട്. സെയിം തന്നെ. പക്ഷെ ഞാനത് നേരത്തെ കോമൺവെൽത്തിന്റെ കാണിച്ച കാരണം അതന്നെ വെച്ചില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ഓസ്ട്രേലിയ എന്ന് ഇറക്കുന്നതിന് മുന്നേ തന്നെ ദ സെയിം പാറ്റേണില് കോമൺവെൽത്ത് ഓഫ് ഓസ്ട്രേലിയ നമ്മൾ പലരും തെറ്റിദ്ധരിക്കുന്നത്. ഞാനും ആദ്യം എന്തെങ്കിലും ഉണ്ടല്ലോ വെച്ചിട്ട് കളക്ട് ചെയ്യാൻ ഇരുന്ന നോട്ടാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കോമൺവെൽത്ത് ഓഫ് ഓസ്ട്രേലിയ എന്ന പേരിലും ഈ ഓസ്ട്രേലിയ എന്ന പേരിലും കറൻസി ഉണ്ട്. അതിൽ ഡിഫറെന്റ്. ഇപ്പൊ നമ്മളോട് ഫിനാൻസ് സെക്രട്ടറി ഒക്കെ മാറുന്ന മാതിരി ഫിനാൻസ് ഇതിലൊക്കെ വരുമല്ലോ, അതിനനുസരിച്ചിട്ട് അതിലെ സിഗ്നേച്ചേഴ്സിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇതും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ തന്നെ നേരത്തെ കിരീടത്തിൽ മാത്രം മാറ്റം വന്നതാണല്ലോ. അതിനൊപ്പം തന്നെ അവിടെ ഔദ്യോഗിക രാജകീയ വേഷത്തിന്റെ രീതിയിലുള്ള ആ ഫോട്ടോ കൂടി ഇതിൽ വരുന്നത്. ഇതിലും പല സീരീസുകളുണ്ട്. 1 മുതൽ 100 വരെയുള്ള ഇതുണ്ട് സെയിം പിക്ചറിൽ തന്നെ. ഇത് ഐൽ ഓഫ് മാൻ. ഐൽ ഓഫ് മാനില് കുറച്ചും കൂടി ഏജ് കൂടി കഴുത്തിലണിഞ്ഞ മാലകള് അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഡയമണ്ടും ഇതൊക്കെയാണ്. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വന്നു ഐൽ ഓഫ് മാൻ.
ഇത് സോളമൻ ഐലൻഡ്സ്. സോളമൻ ഐലൻഡ്സിലേക്ക് ആകുമ്പോഴും ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഏജില് കുറച്ചുകൂടി മാറ്റം വന്നു. ഇത് വേറൊരു രൂപം, ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി ക്യൂവിന്റെ. ഇത് സ്റ്റേറ്റ് ഓഫ് ജേഴ്സി, അതായത് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ അണ്ടറിൽ വരുന്ന സ്റ്റേറ്റുകളാണ്. ജേഴ്സി, ലിബ്രാട്ടർ, ഗാൻസി, സ്കോട്ട്ലാൻഡ് തുടങ്ങിയ അതിൽ പെടുന്ന ഒരു ഇത്. ഇതേ രീതിയിലുള്ള കോയിൻസിലും ഉണ്ട്, ഈ കളർ കോയിൻസ് ഒക്കെ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് സ്റ്റേറ്റുകൾ അതില്. അപ്പൊ അതില് ഇമേജ് ആണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഇമേജിന്റെ സ്റ്റൈല് മാറി, ഹെയർ സ്റ്റൈല് മാറി, ആ ഔദ്യോഗിക വസ്ത്രം സെയിം ആയി. ഇത് അതുപോലെ ന്യൂസിലാൻഡ് ഇറക്കിയുള്ള $1 മുതൽ $100 വരെ ഇറക്കിയിട്ടുള്ള സീരീസ് ആണ്. അതിലെ കിരീടം മാറ്റം വന്നു. അതുപോലെ കഴുത്തിലണിഞ്ഞ ഒന്നുമില്ല, ഒരു വ്യക്തി തന്നെ പല സ്റ്റൈലിൽ വരുന്ന മാത്രമാണ്. കളക്ട് ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്നുള്ളൂട്ടോ, ഒരേ വ്യക്തിനെ മാറ്റങ്ങൾ. അപ്പൊ ഞാൻ ആ ഏജിന്റെ തിരിച്ചറിയണത്. അതായത് ഈ 33 രാജ്യങ്ങളില് ഒരു വേറെ രാജ്യങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഇതേ സെയിം ഇമേജില് വേറെ ഉണ്ട്. കാനഡയിൽ ഉണ്ടാവാം, അതിന് പല രാജ്യങ്ങളും വരാം, ബഹാമാസിലും വരാം. കാരണം എന്താ വെച്ചാല് ഇവര് ഒരു കറൻസി ഇറക്കുമ്പോ ആ ഒരു പിരീഡ് ഇങ്ങനെ മാറി മാറി വരുമ്പോ ക്യൂന് നിലനിൽക്കണം. അതിലെ ഫിനാൻസ് സെക്രട്ടറിമാരും പലരും മാറും. അപ്പൊ ഒരു പുതിയ ഒരു, അതായത് വേറെ അങ്ങനെ ഇതിനു വേണ്ടി ഒരു ഫോട്ടോ എടുക്കില്ല. ഞാൻ വായിച്ചപ്പോ എനിക്ക് അറിയാൻ കഴിഞ്ഞത്, ഈ കൊട്ടാരാകുമ്പോ അവിടെ എന്തെങ്കിലും ഫങ്ഷൻസ് നടക്കുമല്ലോ. ചിലപ്പോ അവരുടെ വിവാഹ വാർഷികമാവാം, ചിലപ്പോ അവരുടെ ബർത്ത്ഡേ ആവാം, ചിലപ്പോ അവരുടെ മക്കളുടെ എന്തെങ്കിലും ഫംഗ്ഷൻ ആവാം, ചിലപ്പോ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ടെറിട്ടറീസ് ആകുമ്പോ അവര് നമ്മൾ ടൂർ പോണ മാതിരി ഇവര് ടൂർ പോയിരുന്ന സ്ഥലങ്ങളാണ് ഈസ്റ്റേൺ കരീബിയൻ ഐലൻഡ്സ് ഒക്കെ ഉണ്ട്. കുറെ ഇവരെ അണ്ടറിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ ചെല്ലുന്നതിന്റെ ഒക്കേഷനിലാവും ചിലപ്പോ കമമറേറ്റീവ് ആയിട്ട് ഇറക്കുക. അപ്പൊ അതുപോലെ ഉള്ള ഒക്കേഷനിൽ പല രാജ്യങ്ങളും ഇറക്കിയിട്ടുണ്ട്. ഇത് ഞാന് ഇമേജ് മാത്രമാണ് പറയുന്നത്, ആ ഏജിൽ വരുന്ന ഡിഫറൻസ് എന്താണ്. ഇതേ സെയിം തന്നെ വേറെ രാജ്യങ്ങളിൽ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ തന്നെ ഇപ്പോ ന്യൂസിലാൻഡിന്റെ ഇപ്പൊ കളർ ചേഞ്ച് ആയിട്ടായിരിക്കും $2 വരിക, $5 വേറെ കളറിലായിരിക്കും, സെയിം ഇമേജ് ആയിരിക്കും. ഇത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ തന്നെ ക്യൂവിന്റെ ഫേസ് മാറി വന്നിട്ടില്ല, കുറച്ചുകൂടി ലേറ്റസ്റ്റ് ഇങ്ങനെ മാറി വരുന്ന ഇമേജ്. ഇത് ഓസ്ട്രേലിയയുടെ പോളിമർ കറൻസി, അവരാണ് ആദ്യമായിട്ട് പോളിമർ കറൻസി കൊണ്ടുവന്നത്. ഓസ്ട്രേലിയയുടെ പോളിമർ കറൻസി വേറൊരു നോട്ടാണ്. അവിടുത്തെ ഒരു നമ്മൾ പറയില്ലേ, പ്രാകൃതമായിട്ടുള്ള അവരുടെ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ടല്ലേ, കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഒരു കുത്തുകുത്തൊക്കെ ആയിട്ട് അവരുടെ നമ്മളിവിടെ ആദിവാസികളും ദളിത് ആ രീതിയിലുള്ള മാതിരി അവിടുത്തെ ആ മനുഷ്യന്മാരുടെ പിക്ചർ വെച്ചിട്ടുള്ള പോളിമർ കറൻസി ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഓസ്ട്രേലിയയാണ്. അതേ രീതിയിൽ ക്യൂവിന്റെ വെച്ചിട്ട് വരുന്നതാണ് ഇതൊക്കെ. കുറച്ചും കൂടി ഏജായി, അപ്പൊ അതില് വേഷങ്ങൾ മാറി, ക്യൂവിന്റെ ഫേസിലെ ആ ഏജ് കൂടി. ഇത് ന്യൂസിലാൻഡിന്റെ തന്നെ ഒരു കറൻസിയാണ്. ഇത് കുറച്ചും കൂടി ഏജ് വർദ്ധിച്ചു, അപ്പൊ കിരീടം മാറ്റം വന്നു. ഇത് സ്റ്റേറ്റ് ഓഫ് ഗേൺസേ, അതായത് UK അണ്ടറിൽ വരുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഗേൺസേ. ഗേൺസയുടെ കറൻസി. ഇത് ഈ നോട്ട് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് കിരീടധാരണം നടന്ന് 50-ാം വർഷം. സാധാരണ കോയിൻസിലാണ് നമ്മൾ ഇത് കമമറേറ്റീവ് കണ്ടിട്ടുള്ളത്. കറൻസിയിൽ ഒരു കമമറേറ്റീവ് ആയിട്ട് ഫസ്റ്റ് ഇറക്കില്ല. ഇപ്പൊ പല രാജ്യങ്ങളും അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ, ഇപ്പോ ബംഗ്ലാദേശിന്റെയും ശ്രീലങ്കയുടെയും അങ്ങനെ കുറച്ച് രാജ്യങ്ങൾക്ക് ഇപ്പോ കമമറേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഓൾഡ് ഡിനോമിനേഷനിലൊക്കെ ഇറക്കുന്നുണ്ട്. 40 വർഷം 60 വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് 75 വർഷം. ഇപ്പോ പാകിസ്ഥാൻ 75 വർഷത്തെ നോട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ഇതില് ഫസ്റ്റില് 50-ാം വാർഷികം ക്യൂൻ എലിസബത്തിന്റെ വന്നിട്ടുള്ള ഒരു കറൻസിയാണ്. അത് അതിന്റെ പ്രത്യേകത ആ പേരും കൂടി അതിൽ വന്നിട്ടുണ്ട്, എലിസബത്ത്. പിന്നെ ആ കാലഘട്ടം എഴുതിയിട്ടുണ്ട്, 1952 മുതൽ 2002 50 വർഷമായിട്ടുള്ള കമമറേറ്റീവ് കറൻസിയാണ്. അപ്പൊ ഇതേ കറൻസി തന്നെ വേറൊരു കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇത് ഞാൻ പറയാൻ കാരണം വെച്ചാല് ഇതിൽ ആ രാജ്ഞി ആവുന്ന സമയത്തെ ഇമേജും 50-ാം വർഷത്തെ ഇമേജും ആണ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
ഇത് സ്കോട്ട്ലാൻഡ് ഇറക്കിയുള്ള ഇല്ല ഇല്ല. പേര് അടിച്ചു വരുന്നത് ഞാൻ അത് അപൂർവമായിട്ട് കണ്ടിട്ടുള്ളൂ. കാരണം പല രാജ്യങ്ങളും ഇങ്ങനെ ഇമേജ് മാറ്റി വരും. ഇതിൽ ശരിക്കും എഴുതിയിട്ടുണ്ട് റോയൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലാൻഡ്, അത് കഴിഞ്ഞിട്ട് എലിസബത്ത് ഉണ്ട്, പിന്നെ അതിന്റെ ഇടയിൽ ഗോൾഡൻ ജൂബിലി എന്നുള്ള എംബ്ലം കിരീടത്തിന്റെ അവിടെ ഉണ്ട്. 2002 50 വർഷം കഴിഞ്ഞത്. അപ്പൊ ആ ഇയറും അതിലുണ്ട്. ഇത് സ്കോട്ട്ലാൻഡ് ഇറക്കിയുള്ളത്. അപ്പൊ ഇതിലത്തെ ഇമേജ് ഉണ്ട്. ഇതന്നെ 5 പൗണ്ടിന്റെ വേറെ ഉണ്ട്. അതിൽ കുറച്ചും കൂടി ഏജ് ഉള്ള ഒരു ചിത്രമാണ് കൊടുത്തത്. അത് ഞാൻ കാണിച്ചു തരാം. കാനഡയിലെ $20. കുറച്ചും കൂടി സെക്യൂരിറ്റി ഒക്കെ വന്നിട്ടുള്ള നോട്ടല്ല. കുറച്ചുകൂടി ഏജ് വ്യത്യാസം വന്നു. ഇത് ഫിജിയിലെ ക്യൂൻ കുറച്ചും കൂടി ഏജായി. ആ മാലകളിലും വ്യത്യാസം വന്നു. കിരീടവും ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഡയമണ്ട് ജൂബിലിയുടെ വേറൊരു നോട്ട്, $10. ഇതിലെ ക്യൂൻ കുറച്ചും കൂടി ഏജ് ഉള്ള ഫോട്ടോ ആണ് അതിൽ വെച്ചത്. 5 പൗണ്ടിൽ നമ്മൾ നേരത്തെ കണ്ടു, അതിനേക്കാളും കുറച്ചും കൂടി. അപ്പൊ ഞാൻ ഏജിന്റെ ഡിഫറൻസ് കൂടി കാണിക്കാനാണ് അതുകൂടി രണ്ടാമതും കൂടി ഇട്ടത്. സ്റ്റേറ്റ് ഓഫ് ജേഴ്സിയിലെ കുറച്ചും കൂടി ഏജ് ആയിട്ടുള്ള ഒരു ചിത്രം, 100 പൗണ്ട്സ്. ഈ നോട്ട് ഒരു കമമറേറ്റീവ് നോട്ടാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് 1952 കിരീടധാരണം നടത്തി 70 കൊല്ലത്തോളായപ്പോൾ തന്നെ ഒരു റെക്കോർഡ് വരികയുള്ളൂ. ആ ടൈമില് അതിന് കമമറേറ്റീവ് ആയിട്ട് ചേർന്ന ഒരു ഇമേജും അന്നത്തെ കിരീടം ധരിക്കുമ്പോഴത്തെ അത് അപ്പോഴത്തേനും പോളിമർ ആയപ്പോ അതിൽ ട്രാൻസ്പാരന്റ് ആണ്. അതിൽ ചെരിച്ച് പിടിച്ചെങ്കിലാണ് അതിന്റെ ആ സൈഡിലത്തെ ഡിസ്പ്ലേ വരുള്ളൂ. അത് ലൈറ്റ് പാസ് ചെയ്യും. വെറുതെ പിടിക്കുമ്പോൾ നമുക്ക് ഒരു പ്ലാസ്റ്റിക് ഭാഗം മാത്രമാണ്. ചെരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ക്യൂവിന്റെ ഒരു ഇമേജ്, ചെറുപ്പത്തിലുള്ള ഇമേജ് ആ സൈഡിൽ വരും. രാജ്ഞിയുടെ ഏജ് വീണ്ടും മാറും. ഇത് ഏകദേശം ഒരു 96 വയസ്സിലാണ് മരിക്കുന്നത്. 92 വയസ്സ് കാലഘട്ടത്തില് ഒരു 4 വർഷത്തിന് മുന്നേ തന്നെ ഇറക്കിയുള്ള നോട്ടാണ്. ഇതൊക്കെ പോളിമർ നോട്ടുകളാണ്, പുതിയ സീരീസിൽ വരുന്നതാണ്. ഇതില് കുറച്ചും കൂടി ഏജ് വ്യത്യാസം വന്നു, നല്ലോണം പ്രായമായി, കിരീടം മാറി, അതായി. ഇതുവരെയുള്ള ഇതാണ് എന്റെ കളക്ഷനിൽ ഉള്ളത്. ഏകദേശം ആ ഏജിന്റെ ഇതിനുള്ള വ്യത്യാസങ്ങളില്ല. സെയിം ഇമേജ് വെച്ചിട്ട് ഈ ലാസ്റ്റ് കാലഘട്ടങ്ങളിൽ അധികം നോട്ടുകൾ വന്നിട്ടില്ല. മുൻകാലങ്ങളിലൊക്കെ ഒരേ മരത്തിന് പല ഇതിലും വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഒരു നോട്ടാണ്. കാരണം ഇത് എന്താ വെച്ചാലേ ഇതില് ഇവരുടെ ടെറിട്ടറീസ് ആണ്. അതായത് ഈസ്റ്റേൺ കരീബിയൻ ടെറിട്ടറീസ് എന്ന് പറയും. അത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരുപാട് ദ്വീപുകളുണ്ട്, കരീബിയൻ ദ്വീപുകൾ എന്നാണ്. അതിന്റെ ബ്രിട്ടീഷ് അണ്ടറിൽ വരുന്ന ടെറിട്ടറീസ് ആണ്. അപ്പൊ ഏർലി കാലഘട്ടങ്ങളിൽ ഇത് കുറെ കാലഘട്ടം മുന്നത്തെ ഒരു 52, 55, 56 കാലഘട്ടത്തിലുള്ള നോട്ടാണ്. അപ്പൊ ഇതില് വരുന്നത് ബ്രിട്ടീഷ് കരീബിയൻ ടെറിട്ടറീസ് എന്നാണ് ആ ഹെഡ്. എന്നിട്ട് അതിന്റെ അടിയിൽ ഈസ്റ്റേൺ ഗ്രൂപ്പ് ഒന്നും കൂടി ഉണ്ടാവും. ഈ നോട്ട് തന്നെയാണ് വീണ്ടും ഈസ്റ്റേൺ കരീബിയൻ എന്നുള്ള പേരിൽ പിന്നീട് വന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ ബ്രിട്ടീഷ് കരീബിയാണ് ഫസ്റ്റ്. ഇത് അതിൽ പെട്ടുള്ള ഒരു നോട്ടാണ്. പിന്നീട് വരുന്ന ഈസ്റ്റേൺ കറൻസി അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഇത് കോമൺ ആയിട്ടും വന്നിട്ടുണ്ട്. പിന്നെ അത് ആ ഈസ്റ്റേൺ കരീബിയനിൽ വരുമ്പോ മോൺസെറാത്ത്, ഡൊമിനിക്ക, സെന്റ് ലൂസിയ, സെന്റ് വിൻസെന്റ്, ഗ്രനാഡ, പിന്നെ വരുന്നത് ആന്റിഗ. വെസ്റ്റ് ഇൻഡീസ് അല്ല, ഇത് ഈസ്റ്റേൺ, ഈസ്റ്റ് കരീബിയ അല്ലല്ല, വെസ്റ്റ് ഇൻഡീസ് പറയാം. ഇത് ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ദ്വീപുകളെ പൊസിഷൻ അനുസരിച്ച് വരും.
ആ ഏരിയ അതാണ്. അതിപ്പോ അങ്ങനെ ഏരിയ പറയുകയാണെങ്കിൽ ഇപ്പൊ പുതിയൊരു രാജ്യം ഇപ്പൊ നമ്മളെ നിയറസ്റ്റ് ആയിട്ട് ഇപ്പൊ ലോകകപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട്. ഒരു കുഞ്ഞ രാജ്യം ഇപ്പൊ ഒരു 4 ദിവസം മുന്നേ നമ്മളെ വാർത്തകളിലും വന്നു. നമ്മള് കുറസാവെന്ന് പറഞ്ഞത് പേപ്പറിലെ കയ്യിൽ കുറസാവെന്നാണ് പറയുന്നത്. അപ്പൊ അതും ഈ ഈസ്റ്റ് ഇൻഡീസിൽ പെടുന്നതാണ്. നമ്മൾ ജമൈക്ക എന്നൊക്കെ പറഞ്ഞതൊക്കെ തന്നെ ആ തെക്കേ അമേരിക്ക വടക്കേ അമേരിക്ക അതിന്റെ ഇടയിൽ വരുന്ന കുറെ ദ്വീപ സമൂഹങ്ങളുണ്ട്, അതിൽ പെട്ടുള്ളതാണ്. അപ്പൊ ഈസ്റ്റേൺ കരീബിയൻ അതൊരു ടെറിട്ടറിയാണ്. അപ്പൊ അതില് എങ്ങനെയുണ്ട്, അപ്പൊ ഇതില് കോമൺ ആയിട്ട് വരുമ്പോ ഇതുപോലത്തെ ആ ഡി എന്നുള്ളൊരു ലെറ്റർ അവിടെ കാണുന്നുണ്ട്. അത് ഇല്ലാണ്ടാണ് ആദ്യം അടിച്ചത് കോമൺ ആയിട്ട്. പിന്നെ ഓരോ ടെറിട്ടറീസിന് ഓരോ അക്ഷരം കൊണ്ട് ഇതാക്കി. ഇപ്പൊ ഡി എന്ന് പറഞ്ഞാൽ ഡൊമിനിക്ക, വി എന്ന് പറഞ്ഞാൽ സെന്റ് വിൻസെന്റ്, എ എന്ന് പറഞ്ഞാൽ ആന്റിഗ, എം പറഞ്ഞാൽ മോണ്ടസെരാത്ത്, ജി എന്ന് പറഞ്ഞാൽ ഗ്രനാഡ. ആ രീതിയിലാണ് അത്. എൽ പറഞ്ഞാൽ സെന്റ് ലൂസിയ അല്ലെ, അങ്ങനെയല്ലേ? അങ്ങനെയാണ് അത് പോകുന്നത്. ഇതിന് ശേഷം വേറൊരു സീരീസ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിപ്പോ ലാസ്റ്റ് സീരീസ് ആണ് പോളിമർ ആയിട്ടുള്ളത്. ഇത് എന്താ വെച്ചാല് കോമൺ, ഇപ്പൊ നമ്മൾ യൂറോ നോട്ടം പോലെ അക്ഷരമൊന്നും വേറെ ഒന്നുമില്ല, കോമൺ. അതാ അവിടെ എല്ലാവർക്കും യൂസ് ചെയ്യാം. യൂറോപ്യൻ കൺട്രീസിന് യൂസ് ചെയ്യണ മതി. അതുപോലെ വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രീസ് ഉണ്ട്, സെൻട്രൽ ആഫ്രിക്കൻ അതിന് നോട്ട് അതോറിറ്റി ഉണ്ട്. അതുപോലെ കരീബിയനിലാണ്. അപ്പൊ ഇതില് പ്രത്യേകത വെച്ചാല് വെർട്ടിക്കലാണ്. അത് പുതിയൊരു സീരീസ് വന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഇപ്പൊ കറൻസിയിലെ കാര്യങ്ങൾ പറയാനുള്ളത്, കോമൺ ആയിട്ട് പറയാനുള്ളത്. പിന്നെ കോയിൻസിന്റെ എല്ലാ കോയിൻസും ഏകദേശം ഒരേ പാറ്റേൺ ആണ്. അപ്പൊ അതിനെ കുറിച്ച് റിപ്പീറ്റ് ചെയ്യുന്നതിൽ അർത്ഥമല്ലോ. അപ്പൊ ഞാൻ കുറച്ച് ഷേപ്സ് മാത്രം കാണിച്ചു തരുന്നു, ഒരു മോഡൽ. ഇതൊരു സ്ക്വയർ ടൈപ്പ് ഓസ്ട്രേലിയ സിൽവർ കോയിൻ ആണ്. സ്ക്വയർ ടൈപ്പിൽ ഇറക്കിയത്. ഇത് ഈസ്റ്റേൺ കരീബിയൻ ഇറക്കിയിലാണ്. ഇതിനെന്താണ് സാലോപ്പുഡ്, അതിന്റെ ഒരു ആ ഷേപ്പിന് എന്തൊരു പേര് പറയേ, നമ്മളെ കൊടുത്ത് 10 പൈസ പോലെ. ഹെക്സഗൺ അല്ല, ഒരു ഇങ്ങനെ സാലോപ്പുഡ് എന്താണ് പേര്, എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല. അങ്ങനത്തെ ഒരു ഇത് മനസ്സിലായില്ല. നമ്മളിവിടെ 10 പൈസ കിട്ടില്ല. അതേ രീതിയിൽ ഇത് കുറച്ചുകൂടി വൈഡ് ആയിട്ടാണ് ഇതാക്കിയുള്ളത്. ഇത് കുക്ക് ഐലൻഡ്സ് ഇറക്കിയുള്ള ട്രയാങ്കിൾ കോയിൻ. ഇത് ബൈമെറ്റൽ ലേറ്റസ്റ്റ് കോയിൻസ് ആണ്. ഇത് അതുപോലെ എഡ്ജ് ആയിട്ട്, അതായത് ഹെപ്റ്റഗൺ അതായിട്ട് അതിന്റെ ഉള്ളിലും ഒരു ചുഴി പോലെ, അതായത് 2 ലെയർ പോലെ തോന്നിക്കും. ഇത് ബെർമുഡ ഇറക്കിയുള്ളതാണ്. ഇപ്പൊ പറയുന്നത് അത് ട്രയാങ്കിൾ അല്ല, പക്ഷെ ഒരു ബെർമുഡ ട്രയാങ്കിൾ എന്നൊരു നമ്മൾ വായിച്ചിട്ടുണ്ടായിരിക്കും ഇല്ലേ? അപ്പൊ അതിന്റെ ഒരു ഷേപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്, നമുക്ക് അറിയില്ല. ബെർമുഡ ഇറക്കിയുള്ള കോയിനാണ് അത്. ഇത് പിന്നെ ഒരു ഡയമണ്ട് ഷേപ്പ് അല്ല, അങ്ങനെ ഒരു തിരിഞ്ഞു വരുന്നത് സ്ക്വയറിന് ഒരു വേറൊരു രൂപം. ഇത് അതുപോലെ ബൈമെറ്റലായിട്ട് ഇറക്കിയിട്ടുള്ള ഒരു ഇമേജ്. ഇത് കോമൺ, ഒരുപാട് രാജ്യങ്ങളിലും റൗണ്ട് ഷേപ്പില് സെയിം ഇമേജസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ബ്രിട്ടന്റെയും കാനഡ രീതിയിലൊക്കെ ഇതേ ഷേപ്പില് ഒരുപാട് കോയിൻസ് വന്നിട്ടുണ്ട്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പാറ്റേൺ, സെയിം ഇമേജ് തന്നെ ആയിരിക്കും അതിൽ റണ്ണിങ്. ഇത് അതുപോലെ ഓഡ് ഷേപ്പ്ഡ് കോയിൻസ്. ഓഡ് ഷേപ്പ്ഡ് പല രാജ്യങ്ങളിലും പല ഇതിലും ഇറങ്ങിയിട്ടുണ്ട്. ചില ബൈക്കിന്റെ രൂപത്തിൽ, തോക്കിന്റെ പല രീതിയിലുണ്ട്. അതുപോലെ ക്യൂവിന്റെ ഇമേജ് വെച്ചിട്ട് കുറെ ഇറക്കിയിട്ടുണ്ട്. അതില് ഒരു ഇത് ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സ്. ഇത് ഫാന്റസി കോയിൻ ആണോ എന്താന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതേമാതിരി കുറെ നമ്മളെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, പല ഷേപ്പിൽ ഇറക്കിയെന്ന് അറിഞ്ഞിട്ട്. പിന്നെ ഇതൊക്കെ 50ാം വാർഷികത്തിനൊക്കെ ഇറക്കിയുള്ള സീരീസ് ആണ്. അതിലിപ്പോ ഞാനിപ്പോ വെച്ചുള്ളത് ജേഴ്സി എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷന് വേണ്ടി വെച്ചതല്ലോ. ഇത് എല്ലാ സ്റ്റേറ്റിന്റെയും ഇറക്കിയിട്ടുണ്ട്, പല ക്യൂവിന്റെ പല ഇതിലും ഇറക്കിയിട്ടുണ്ട്. പിന്നെ അവരുടെ ഫാമിലി ഫോട്ടോസ് വെച്ചിട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഭാര്യയും ഭർത്താവ് നിൽക്കുന്ന അവരുടെ വെഡിങ് ആനിവേഴ്സറിയുടെ, അതുപോലെ ചാൾസ് അവരുടെ മക്കളെ അതൊക്കെ വെച്ചിട്ടൊക്കെ പല ഒക്കേഷനിലുള്ളതും
ഇതുപോലെ കളേർഡ് കോയിൻസ് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു സീരീസ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ കോമൺ ആയിട്ട് ഇത്രയും കാര്യങ്ങളുള്ള കുട്ടികളെ പറ്റിയിട്ട് ഇത് ഞാൻ സ്റ്റഡിയിലാണ്, മുഴുവനായിട്ടില്ല. എല്ലാവർക്കും ഇങ്ങനെ ഒരു അവസരം തന്ന തൃശ്ശൂർ കോയിൻ സൊസൈറ്റിക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് സേതുവേട്ടൻ, ജോഷിയേട്ടൻ, വർഗീസേട്ടൻ, പിന്നെ നിങ്ങളെല്ലാവർക്കും നന്ദി.